നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത പോയിൻ്റ് മൾട്ടി സ്റ്റേജ് ഗ്രാഫ് എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ ആദ്യമായി ഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കുക. ഗ്രാഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കുക. ഈ ഗ്രാഫിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 6 വെർട്ടെക്സുകളുണ്ട്. 1 2 3 4 5 6 വെർട്ടെക്സ് ഉണ്ടാവും. അതേപോലെ ഇതിൽ എഡ്ജുകൾ, ഈ വെർട്ടെക്സുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് എഡ്ജ് കാണാൻ സാധിക്കും. ഉദാഹരണം 1 2 ഈ 2 വെർട്ടെക്സുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഒരു എഡ്ജ് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന എഡ്ജ് ഡയറക്റ്റഡുമാണ് വെയ്റ്റഡുമാണ്. എന്താണ് ഡയറക്റ്റഡ്, എന്താണ് വെയ്റ്റഡ്? ഡയറക്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാ എഡ്ജിനും സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ടാവും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ 1 2 എന്നോ 2 to 1 എന്നോ നമുക്ക് സാധാരണഗതിയിൽ ഈ ഡയറക്ഷൻ കൊടുക്കാത്ത എഡ്ജിനെ പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഈ ആരോയ്ക്ക് മുമ്പുള്ളത് 1 ആയിരിക്കും. ഈ കേസിൽ എൻഡിങ് 2 ആയിരിക്കും. ഡയറക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഡയറക്റ്റഡ് ഗ്രാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തേത് വെയ്റ്റഡ് ഗ്രാഫാണ്. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നും അടുത്ത വെർട്ടെക്സിലേക്ക് പോകുന്ന ഈ എഡ്ജിന് കൃത്യമായി വെയ്റ്റേജ് പറഞ്ഞിട്ടുണ്ടാവും. ഈ കേസിൽ 1 നിന്നും 2 പോകുന്ന ഈ എഡ്ജിൻ്റെ കേസിൽ 2 ആണ് അതിൻ്റെ വെയ്റ്റ്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് ഇവിടെ, ഇത് സ്റ്റേജ് ഗ്രാഫാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 1 എന്ന് പറയുന്നത് വെർട്ടിക്കലി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 1 എന്നുള്ള വെർട്ടെക്സ് സ്റ്റേജ് 1-ലാണ്. 2 3 ഈ 2 വെർട്ടെക്സുകളും സ്റ്റേജ് 2-ലാണ്. അടുത്ത വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ 4 5 ആണ്. ഇതൊരു സ്റ്റേജിലാണ്, അതായത് 3rd സ്റ്റേജിലാണ്. ലാസ്റ്റ് 6 എന്നുള്ള എൻഡ് വെർട്ടെക്സ് അത് സ്റ്റേജ് 4-ലാണ്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ ഡൈനാമിക് പ്രോഗ്രാമിലെ മൾട്ടി സ്റ്റേജ് ഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ നമ്മളത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലം ആകാം. അതായത് 1 നിന്ന് 6 പോകുന്ന എഡ്ജുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇത് മാക്സിമം ആകാം, അല്ലെങ്കിൽ മിനിമം പാത്താകാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മിനിമം പാത്താണ്. അതായത് പോസിബിളായിട്ടുള്ള 1 നിന്ന് 6 പോകുന്ന എഡ്ജുകളിൽ നിന്നും ഏറ്റവും ചെറിയ പാത്താണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റിയാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി? അതാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത. പ്രോബ്ലം ഷുഡ് ബി സോൾവ്ഡ് ഇൻ സീക്വൻസ് ഓഫ് ഡിസിഷൻസ്. അത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കൂടിച്ചേരുമ്പോഴാണ് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ താഴെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടേബിൾ ഒരു സെക്ഷൻ, ഒരു റോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെർട്ടെക്സ്, സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആണ് ഈ ഫസ്റ്റ് റോയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന 1 2 3 4 5 6 എന്ന് പറയുന്ന അതേ വെർട്ടെക്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് കോസ്റ്റാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്ജിൻ്റെ വെയ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ആ വെയ്റ്റ് അക്യുമുലേറ്റഡ് വെയ്റ്റ് ആണ്. നമുക്കതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു ഉദാഹരണത്തിന് നമ്മൾ 1 തൊട്ട് 6 എടുക്കുന്ന ഈ വെർട്ടെക്സുകളുടെ ടോട്ടൽ വെയ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 2 + 1 + 1. ഓക്കെ, ഇത്തരത്തിൽ 1 നിന്നും 6 പോകുന്ന വഴിക്ക് കോസ്റ്റ് എത്രയായെന്ന് പറയാം? 2 + 1 + 1 4 ആയെന്ന് പറയാം. അപ്പം അത്തരത്തിൽ കോസ്റ്റാണ് അടുത്ത റോ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് ആണ്. അതായത് നമ്മൾ 1 നിന്നും 6 പോകുന്നതെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഓരോ സെലക്ട് ചെയ്യപ്പെട്ട വെർട്ടെക്സാണ് ഇവിടെ എഴുതുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. നിങ്ങളത് നിലവിൽ ഇപ്പോൾ ഓർത്തു വയ്ക്കുക. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. കോസ്റ്റ് ഓഫ് i, j ഈക്വൽസ് min ഓഫ് c ഓഫ് j l പ്ലസ് കോസ്റ്റ് ഓഫ് i + 1, l. ഇതാണ് ഈക്വേഷൻ. കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കി ഓർത്തു വയ്ക്കുക. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റേജുകൾ ഓരോന്നും കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ,
അപ്പം നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ട്രാവേഴ്സിലാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്നിൽ നിന്നും 6ലേക്ക് പോകുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള വഴിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ 6 എന്ന് പറയുന്ന പോയിൻ്റ്, ഈ 6 എന്നുള്ള ലാസ്റ്റ് വെർട്ടെക്സ് ഇവിടെ നിന്നും പുറകോട്ട് ബാക്ക്വേർഡ് അപ്രോച്ച് നമുക്കൊന്ന് കാണാം. അതായത് 6ലേക്ക് വരുന്ന വഴി പുറകോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ വെർട്ടെക്സ് 6 എന്നുള്ള വെർട്ടെക്സ് എടുത്തു. ഈ 6ൽ നിന്നും 6ലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര ദൂരമുണ്ട്? 6ൽ നിന്നും 6ലേക്ക് പോകാൻ ഇവിടെ 0 ഡിസ്റ്റൻസ് പോരെ. 6ൽ നിന്നും 6ലേക്ക് പോകാൻ 0 മതി അല്ലേ? ഇനി അടുത്ത കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത കേസ് ഈ 6ലേക്ക് വരാൻ പറ്റുന്ന 2 വഴികളുണ്ട് അല്ലേ? ഒന്ന് 4ൽ നിന്നും 6ലേക്ക് വരാം, 2 5ൽ നിന്നും 6ലേക്ക് വരാം. ഓക്കെ, നമ്മൾ ആദ്യമായി ഈ പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് 6ലേക്കുള്ള ദൂരം അതെങ്ങനെ വന്നു, ഇക്വേഷൻ വഴി എങ്ങനെ വന്നു നമുക്ക് നോക്കാം. ഇക്വേഷൻ C(ij) ആണ്. ഈ I എന്ന് പറഞ്ഞാൽ സ്റ്റേജാണ് ഡിനോട്ട് ചെയ്യുന്നത്. I എന്ന് പറഞ്ഞാൽ സ്റ്റേജാണ്. ഈ J എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് നമ്പറാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ C(6) എങ്ങനെ കാണാൻ പറ്റും? 6 എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലുള്ളതാണ്? 4th സ്റ്റേജിലുള്ളതാണ് ഈ 6. അപ്പോൾ C(4). അതിനുശേഷം നമ്മൾ വെർട്ടെക്സ് ആണ് പറയുക. വെർട്ടെക്സ് ഏതാണിത്? ഇത് വെർട്ടെക്സ് 6 ആണ്. അപ്പം കോസ്റ്റ് 4ാമത്തെ സ്റ്റേജിലുള്ള 6ാമത്തെ വെർട്ടെക്സിലേക്ക് പോകാൻ എത്ര കോസ്റ്റ് വേണം? അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ? അതുകൊണ്ട് 0 മതി. അങ്ങനെയാണ് ഇവിടെ 0 വന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ? നമുക്ക് 4 എടുക്കാം. ഈ 4 എന്നുള്ള വെർട്ടെക്സ് എടുക്കാം. ഈ 4 എന്നുള്ള വെർട്ടെക്സ് എടുത്താൽ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് 4. ഈ 4 എന്നുള്ള വെർട്ടെക്സ് എടുത്താൽ 4ൽ നിന്നും എത്ര ദൂരം 6ലേക്ക് വരാനുണ്ട്? 1 ആണല്ലേ? 1 ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഇക്വേഷൻ വഴി എഴുതുന്നത് നോക്കാം. ഇവിടെ കോസ്റ്റ് ഓഫ് ഈ 4 എന്നുള്ളത് ഏത് സ്റ്റേജിലുള്ളതാണ്? കോസ്റ്റ് ഓഫ് ij എന്നുള്ളതാണ് ഇക്വേഷൻ. I എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേജാണ്. ഏത് സ്റ്റേജാണ് അത്? സ്റ്റേജ് 3 വരും അല്ലേ? 3, അടുത്തത് ഏത് വെർട്ടെക്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. ഏത് വെർട്ടെക്സ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? 4 എന്നുള്ള വെർട്ടെക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ 3, 4 എന്ന് എഴുതും. അപ്പോൾ 3, 4 എത്രയാണ്? കോസ്റ്റ് ഓഫ് 3, 4 എത്രയാണ്? അതായത് തേർഡ് സ്റ്റേജിലുള്ള 4 എന്നുള്ള പോയിന്റിൽ നിന്നും നമുക്ക് എങ്ങോട്ടാണ് വരേണ്ടത്? 6ലേക്കാണ് വരേണ്ടത്. എത്ര ദൂരം ഉണ്ടാവും 4ൽ നിന്നും 6ലേക്ക്? എത്രയാണോ? ഒരു ആകെ വെയിറ്റേജ് എന്നേ ഉള്ളൂ. ഈ കാര്യം എങ്ങനെയാണ് നമ്മൾ ഈ ബോക്സിൽ എഴുതുക? സോഴ്സ് 4 ആണ് അല്ലേ? 4 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ്? ഡെസ്റ്റിനേഷൻ ഇവിടെ 6 ആണ്. ഈ 6ലേക്ക് വരാൻ എത്ര ദൂരം സഞ്ചരിക്കണം? 4ൽ നിന്നും 6ലേക്ക് വരാൻ വേണ്ടി ആകെ സഞ്ചരിക്കേണ്ട ദൂരം 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റേജിലെ 4ൻ്റെ കാര്യം കൺസിഡർ ചെയ്തു. നമ്മളിനി കാണാൻ പോകുന്നത് ഏതാ? നമ്മളിനി കാണാൻ പോകുന്നത് 2ാമത് അല്ലേ? ഇത് ഒരു സ്റ്റേജാണ് അല്ലേ? ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഞാൻ തൽക്കാലം സ്റ്റേജ് 2 എന്ന് വിളിക്കുകയാണ് അതിനെ. ശരിക്കും ആക്ച്വൽ സ്റ്റേജ് 2 അല്ല, സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 കൺഫ്യൂഷൻ ആകേണ്ട, സ്റ്റേജ് 3 എന്ന് തന്നെ ഇരിക്കട്ടെ. സ്റ്റേജ് 3ൽ എത്ര വെർട്ടെക്സുകളുണ്ട്? നമ്മൾ 4 മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. തേർഡ് സ്റ്റേജിൽ ഇനി 5 കൂടി ഉണ്ട്. അതായത് തേർഡ് സ്റ്റേജ് 5 പേരുള്ള വെർട്ടെക്സ് ഇതെടുത്തു. ഇതിന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ 5 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൻ്റെ കാര്യമാണ്. ഈ 5ൽ നിന്നും 6ലേക്ക് എത്ര ദൂരം സഞ്ചരിക്കണം? 8 ദൂരം സഞ്ചരിക്കണം അല്ലേ? അതായത് കോസ്റ്റ് ഓഫ് 3, 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഇവിടെ 8 ആണ്. ഞാൻ നേരെ ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ, ബോക്സിലേക്ക് എഴുതുന്നുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് 3, 5 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? 5ൽ നിന്നും 6ലേക്ക് പോകാൻ 8 ആണ്. ഇനി അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ, സ്റ്റേജ് 4ലേക്ക് വരുമ്പോൾ അല്പം കാര്യങ്ങൾ മാറും. അതായത് അവിടെ ഈ കൃത്യമായ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ ഈ 6ൻ്റെ കാര്യം എടുത്തു, 4ൻ്റെ കാര്യം എടുത്തു, 5ൻ്റെ കാര്യം എടുത്തു. ഇനി അടുത്തത്
നമ്മൾ 2 എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുത്താൽ ഇത്രയും നേരം ഒരൊറ്റ എഡ്ജ് മാത്രമേ ഒരു വെർട്ടെക്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെയോ, ഇവിടെ ഈ 2 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും 2 എഡ്ജുകൾ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് എടുക്കുക? ഏറ്റവും ചെറിയ എഡ്ജിൻ്റെ വെയിറ്റാണ് എടുക്കുക. ഓക്കെ, അവിടെയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി ഇക്വേഷൻ നിങ്ങൾക്ക് അല്പം കൂടി മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ കോസ്റ്റ് ഓഫ് ഏത് സ്റ്റേജാണ് അത്? ഈ സ്റ്റേജ് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആണ്. അത് ഏത് വെർട്ടെക്സ് ആണ്? സെക്കൻഡ് സ്റ്റേജിലെ സെക്കൻഡ് വെർട്ടെക്സ് ആണ്. 2 ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ ഐ സ്റ്റേജ് ആണ്, ജെ എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ആണ്. ഇവിടെ ഐയുടെ സ്ഥാനത്ത് 2 എന്നുള്ള സ്റ്റേജാണ്, വെർട്ടെക്സിൻ്റെ സ്ഥാനം അല്ലേ രണ്ടാമത്തെ വെർട്ടെക്സ് ആണ്, അതുകൊണ്ട് 2 കിട്ടും. ദാറ്റ് ഈക്വൽസ് മിനിമം എന്തുകൊണ്ടാണ് വന്നത്? 2 എഡ്ജുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്, അതുകൊണ്ട് ഏറ്റവും ചെറുത് വേണം എടുക്കാൻ. ഇനി ഓരോന്നും നമുക്ക് എടുക്കാം. ഫസ്റ്റ് വെർട്ടെക്സ് ഏതാ? ഫസ്റ്റ് വെർട്ടെക്സിൻ്റെ കോസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. കോസ്റ്റ് ഓഫ് അതിൻ്റെ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് എഴുതുക. സ്റ്റാർട്ടിങ് വെർട്ടെക്സ് 2 ആണ്. കോമ അതെങ്ങോട്ടാണ് പോയിരിക്കുന്നത്? 2-ൽ നിന്നും ആദ്യത്തേത് 4-ലേക്കാണ് ഫസ്റ്റ് എഡ്ജ് പോയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം എന്തുകൂടി വേണം? നമ്മൾ 2-ൽ നിന്നും 4-ലേക്ക് പോരാനുള്ള ദൂരം നമ്മൾ 1 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് വേണം? 4-ൻ്റെ വെയിറ്റോടെ ആഡ് ചെയ്യണം. അതായത് 4-ലേക്ക് എത്തിച്ചേരാൻ എത്ര ദൂരം സഞ്ചരിക്കണം? അതിവിടെ 1 ആണ് അല്ലേ? ഒന്നുകൂടെ പറയാം. നമ്മൾ 2 എടുത്തു, 2-ൽ നിന്ന് 4-ലേക്ക് പോകാനുള്ള ദൂരം 1 ആണെന്ന് കണ്ടു. അതേപോലെ തന്നെ 4-ലേക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട്? അതിന് വെയിറ്റേജ് ചില ടെക്സ്റ്റിൽ പറയും, ചില ടെക്സ്റ്റിൽ കോസ്റ്റ് എന്ന് തന്നെ പറയുക. അതായത് വെയിറ്റ് ഓഫ് 4 അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡിങ് പോയിന്റിൽ, അതായത് 6-ൽ നിന്നും അങ്ങോട്ട് എത്താനുള്ള ദൂരം. അതിവിടെ നിലവിൽ 1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. C(24) പ്ലസ് എന്ത് വേണം? കോസ്റ്റ് ഓഫ് ഇതേതാ? ഇത് 3rd സ്റ്റേജിലാണ് അല്ലേ 4 എന്നുള്ള വെർട്ടെക്സ്. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് 3 ആദ്യം പറയുക സ്റ്റേജാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് 3 അതേപോലെ തന്നെയോ കോസ്റ്റ് ഓഫ് 3 എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വെർട്ടെക്സിൻ്റെ പേരാണ് പറയുക അല്ലേ, 4th വെർട്ടെക്സ്. ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേസ് കൺസിഡർ ചെയ്തു. 2-ൽ നിന്നും 4 വഴി 6-ലേക്ക് പോകുന്നതിൻ്റെ വെയിറ്റ് നമ്മളെടുത്തു. ഇനി അടുത്ത ഏതാ? 2 ചോയ്സ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും മിനിമം വേണം. രണ്ടാമത്തെ ഏതാ? 2-ൽ നിന്നും 5 വഴി 6-ലേക്ക് പോകാമല്ലോ. അപ്പോൾ അതിൽ നിന്നും ചെറുത് വേണം എടുക്കാനായിട്ട്. അടുത്തത് അപ്പോൾ കോസ്റ്റ് ഓഫ് നമ്മൾ 2-4 ആണ് നമ്മൾ എടുത്തത് അല്ലേ, 2-4 എടുത്തു. അടുത്തതോ കോസ്റ്റ് ഓഫ് 3-ൽ നിന്ന് 2-ൽ നിന്നും 5-ലേക്കാണ്. അതായത് 2-ൽ നിന്നും 5-ലേക്ക് പോകുന്ന എഡ്ജ് എടുക്കുന്നു. അതിൻ്റെ വെയിറ്റേജ് 5 ആണ്. അതിൻ്റെ കൂടെ എന്ത് വേണം? 5-ൽ നിന്നും 6-ലേക്ക് പോകാനുള്ള ദൂരം. അതായത് 5 എന്നുള്ളത് സ്റ്റേജ് 3 ആണ്. കോസ്റ്റ് ഓഫ് 5 എന്നുള്ളത് സ്റ്റേജ് 3 ആയതുകൊണ്ട് 3 എന്നാണ് ഡിനോട്ട് ചെയ്യുക. അവിടെ നിന്ന് എന്ത് വേണം? അതിനുശേഷം വെർട്ടെക്സിൻ്റെ പേര് പറയുക, 3-5. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും, തുടക്കം ഏത് വെർട്ടെക്സിൽ നിന്നാണ്, എൻഡിങ് ഏത് വെർട്ടെക്സിലാണ്, പ്ലസ് ആ എൻഡ് ചെയ്യുന്ന വെർട്ടെക്സിൻ്റെ കോസ്റ്റ് അതാണ്. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ സ്റ്റേജ് പറയുന്നുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് 2-4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ്റ്റ് ഓഫ് 2-4 എന്ന് പറഞ്ഞാൽ 2-ൽ നിന്നും 4-ലേക്കുള്ളത് 1 ആണ്. പ്ലസ് കോസ്റ്റ് ഓഫ് 3-4 കോസ്റ്റ് ഓഫ് സ്റ്റേജ് 3-4 അതിൻ്റെ അങ്ങോട്ട് എത്താനുള്ള ദൂരം 1 മാത്രമാണ്, 1 കോമ. അടുത്ത ഏതാ? ഇതാണ് അടുത്തത് അല്ലേ, കോസ്റ്റ് ഓഫ് 2-5. കോസ്റ്റ് ഓഫ് 2-5 എന്ന് പറഞ്ഞാൽ 2-ൽ നിന്നും 5-ലേക്ക് വരാനുള്ള ദൂരം ഇവിടെ 5 ആണ്. കാണാൻ നീയിരിക്കുന്നത് 5 ആണ്. 5 അധികം അതിനുശേഷം 5-ലേക്ക് എത്താനുള്ള ദൂരം, ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 8. ഇതാണ് ഈ 2 ചോയ്സ്. അതിനകത്ത് നമ്മൾ ഏതെടുക്കണം? അതിൽ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ചെറുതാണ്. അതായത് 2,13 2 ആണ് നമ്മൾ എടുക്കുന്നത്. 2 മനസ്സിലായി നീയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് 2 ആണ്. നമ്മൾ 2-ൽ നിന്നും എങ്ങോട്ടാണ് വരുന്നത്? 4-ലേക്കുള്ള ഈ ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. ഈ രണ്ടിനകത്തും 2-ൽ നിന്നും 4-ലേക്കുള്ളത് എടുക്കും. അപ്പോൾ ഈ ടോട്ടൽ ഈ പാത്തിൻ്റെ ലെങ്ത് എത്രയാണ്? 1 + 1. അതായത് 2-ൽ നിന്നും
2 സഞ്ചരിക്കുന്നു. അപ്പോൾ 2ൽ നിന്നും എങ്ങോട്ട് പോകുന്നു? 4ലേക്ക് വരുന്നു അല്ലേ? 2ൽ നിന്നും 4ലേക്ക് നമ്മൾ വരുന്നു. ടോട്ടൽ ഈ 2ലേക്ക് എത്താനുള്ള ദൂരം എത്രയാണ്? 1 + 1 2. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ 3 നോക്കാം, ഈ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 3, 4, 6 അല്ലേ? അതേപോലെ 3, 5, 6 അതിനകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് 3 ആദ്യം 3, 4 നോക്കാം. അതായത് കോസ്റ്റ് ഓഫ് സ്റ്റേജ് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റേജ് മൂന്നാമത്തെ വെർട്ടെക്സ് ഇതാണ്. അപ്പോൾ ആദ്യം എടുക്കുന്നത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു മിൻ ഓഫ് 2 എണ്ണം ഉണ്ട്, 3, 4, 6 ഉണ്ട്. അപ്പോൾ ഞാൻ 3, 4 എടുക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് 3, 4 പ്ലസ് അടുത്ത ഏതാണ്? കോസ്റ്റ് ഓഫ് അടുത്ത കോസ്റ്റ് തന്നെ എഴുതുന്നു. കോസ്റ്റ് ഓഫ് ഏതാണ്? മൂന്നാമത്തെ സ്റ്റേജിലല്ലേ? മൂന്നാമത്തെ സ്റ്റേജാണ് ഈ 4, അതിൻ്റെ വെർട്ടെക്സിൻ്റെ പേര് 3, 4. അടുത്തതോ കോസ്റ്റ് ഓഫ് 3, 4 ആണ് നമ്മൾ ആദ്യം കണ്ടത്. അടുത്തത് ഏതാണ്? 3, 5 ആണ്. കോസ്റ്റ് ഓഫ് 3, 5 പ്ലസ് കോസ്റ്റ് ഓഫ് തേർഡ് സ്റ്റേജിലെ 5. ഇതെത്രയാണെന്ന് പെട്ടെന്ന് നോക്കാം. അതായത് കോസ്റ്റ് ഓഫ് 3, 5. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് 3, 5. 5 ആണല്ലേ? മിനിമം ഓഫ് 5, ഇത്രയും ദൂരം 5 ആണ്. ഇനി ഈ അടുത്ത 4ലേക്ക് എത്താൻ വേണ്ടി എത്ര ദൂരം വേണം? 1 മതി. അടുത്തത് ഇങ്ങോട്ട് വരണമെങ്കിലോ 3, 5, 6 ആണ് പ്ലസ് ഈ കോസ്റ്റ് ഓഫ് 3, 5 എന്ന് പറഞ്ഞാൽ ഈ 5ലേക്ക് എത്താൻ വേണ്ടി ഇവിടെ 8 ഉണ്ടല്ലേ? 8, അതായത് 6, 8 + 14. ഇതിൽ ചെറുത് ഏതാ? 6 ആണ് അല്ലേ? അതുകൊണ്ട് 6. അപ്പം കോസ്റ്റ് ഓഫ് 2, 3 കോസ്റ്റ് ഓഫ് 3ൽ നിന്നും എങ്ങോട്ടാണ് പോവുക? 3ൽ നിന്നും പോകാൻ എളുപ്പം. ഇതിനകത്ത് ഏത് വഴിയാണ് എളുപ്പം? ഇതാണ് എളുപ്പം അല്ലേ? ഇങ്ങനെ പോകാൻ എളുപ്പം. അതുകൊണ്ട് ഇതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. 3ൽ നിന്നും 4ലേക്ക് പോകുന്നു. അപ്പോൾ 3ൽ നിന്നും നമ്മൾ 4ലേക്കാണ് പോകുന്നത്. എത്ര ദൂരം ടോട്ടലുണ്ട്? 3ൽ നിന്നും 4 വഴി 6ലേക്ക് പോകാൻ വേണ്ടി 5 + 1 ആകെ 6 ആണ്. 6 ദൂരം സഞ്ചരിച്ചാൽ മതി അല്ലേ? 3, 5 + 1. 3ൽ നിന്നും 5 പോയി 4 എന്നുള്ള വെർട്ടെക്സ് എത്തി, അവിടെ നിന്ന് ഒരു ദൂരം, അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ആ മിനിമമാണ് നമ്മൾ എടുത്തെഴുതിയത്. ഇനി അടുത്തത് ഏതാണ്? ഇനി അടുത്തത് 1ൽ നിന്നാണ്. നമുക്ക് 1ൽ നിന്നും 2ലേക്കും പോകാം, 1ൽ നിന്നും 3ലേക്കും പോകാം. അതിനകത്ത് ചെറുത് ഏതാണ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ അടുത്തത് കാണേണ്ടത് കോസ്റ്റ് ഓഫ് ഈ ഐ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് സ്റ്റേജാണ് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജാണ്. വെർട്ടെക്സിൻ്റെ പേര് 1 തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഓഫ് ഏതൊക്കെയാണ് ഉള്ളത്? മിനിമം ഓഫ് സി ഓഫ് 1ൽ നിന്നും 2ലേക്ക് പോകാം. ഇങ്ങനെ ആദ്യം പോകാം. പ്ലസ് ഇനി എന്താ വേണ്ടത്? 2ൻ്റെ കോസ്റ്റ് വേണം. അത് കോസ്റ്റ് ഓഫ് 2 ഏത് സ്റ്റേജാണ്? സെക്കൻഡ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് വെർട്ടെക്സ്. അതേപോലെ അടുത്ത രണ്ടാമത്തെ പാത്ത് സി ഓഫ്, വളരെ പെട്ടെന്ന് പോകാം, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സി ഓഫ് 1 അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? 1, 3 ആണ് പോകുന്നത്. അതിൻ്റെ കോസ്റ്റ് ഓഫ് 2, 3 ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് 1, 2 എന്ന് പറഞ്ഞാലോ? കോസ്റ്റ് ഓഫ് 1, 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് ഇവിടെ 2ലേക്ക് എത്താൻ ദൂരം എത്രയാണ്? 1 + 1, അതും 2 ആണ് അല്ലേ? 1 + 1 കോസ്റ്റ് ഇങ്ങോട്ടെത്തി, ഇങ്ങോട്ട് 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? അടുത്തതോ അതിങ്ങനെ പോവുകയാണെങ്കിലോ ഈ 1, 3ലേക്ക് 4 ആണുള്ളത്. 1, 3 അല്ലേ? ഈ 1, 3 4 ആണ്. അതേപോലെ 3ലേക്ക് എത്താൻ വേണ്ടിയോ 5, 1, 6. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് 4, 10. ഇതിൽ ചെറുത് ഏതാണ്? 4 ആണ്. അതായത് 1ൽ നിന്നും എത്ര ദൂരം വന്നു കഴിഞ്ഞാൽ 2ലേക്ക് എത്താം? 2ലേക്ക് എത്താൻ വേണ്ടി ആകെ 4 അല്ലേ? 4 പോയാൽ മതി. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. കോസ്റ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞ സ്റ്റേജ്, ജെ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഈക്വൽസ് മിനിമം ഓഫ് സി ഓഫ് ജെ എൽ. ജെ എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ആണ്. എൽ എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ ഉദാഹരണം 1 ആണ് ജെ എന്നുണ്ടെങ്കിൽ എൽ എന്നുള്ളത് 2 ആണ്. 2ൽ നിന്നും 4 ആണെങ്കിൽ ഇത് ജെ, ഇത് എൽ. എൽ എന്താണെന്ന് മനസ്സിലായി. അടുത്ത കോസ്റ്റ് ഓഫ് ഐ + 1. കോസ്റ്റ് ഓഫ് ഐ + 1 എന്ന് പറഞ്ഞാലോ, നമുക്ക് ഈ എടുക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ 1, 2 എടുത്തേക്കുന്നത്.
1 2 എടുത്തേക്കുന്നത് 1 2. അതിനുശേഷം സ്റ്റേജ് ഇപ്പോൾ എന്താണ്, മുമ്പ് ഓൾറെഡി ഇതിൻ്റെ കൂടെ ഐ എടുത്തിട്ടുണ്ടല്ലോ, ഐ ഫസ്റ്റ് സ്റ്റേജാണ്, അതിനോട് ഒന്ന് കൂട്ടിയാലാണ് അടുത്ത സെക്കൻഡ് സ്റ്റേജ് കിട്ടുക അല്ലേ. ആദ്യത്തെ വെർട്ടെക്സ് എന്താണോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും രണ്ടാമത്തേതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിലെ ഒരു വെർട്ടെക്സും സെക്കൻഡ് സ്റ്റേജിലെ ഒരു വെർട്ടെക്സും തമ്മിലുള്ള ദൂരമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഐ ഇവിടെ I+1 എന്ന് വരാൻ കാരണം. എൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വെർട്ടെക്സ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടുത്തെ പ്രത്യേകത ഈ മിനിമം എടുക്കുന്ന, അതായത് നമ്മൾ ഈ പറഞ്ഞ ജെയും എല്ലും എല്ലാം സബ്സെറ്റ് ഓഫ് ഇ ആണ്. ഈ വെർട്ടെക്സുകൾ ലിസ്റ്റിൽ പെടുന്നതാണല്ല, ജെയും എല്ലാം അല്ല, ഈ വെർട്ടെക്സിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും. അതേപോലെയോ ഈ എല്ലെന്ന് പറഞ്ഞാലോ, സോറി, ഈ നമ്മൾ പറഞ്ഞ ഐ ഓൾറെഡി നമ്മൾ പറഞ്ഞു VI+1 ആണ് ഇവിടെ വരുന്ന ഈ വെർട്ടെക്സിൻ്റെ ലിസ്റ്റ് വരിക. ഓക്കെ, മനസ്സിലായി തന്നെയായിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഇക്വേഷൻ ഫോം ആയത്. ഇനി നമ്മളിപ്പോൾ ഈ ടേബിൾ ഫോം ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ടേബിളിൽ നിന്നും ഈ മിനിമം പാത്ത് മനസ്സിലാക്കിയെടുക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, ഡി ഓഫ്, നമ്മളെന്ത് ചെയ്യും, D(1), ആദ്യം 1ൽ നിന്നുള്ള എഡ്ജ് എങ്ങോട്ടാണ് നോക്കും, D(1). ഈ D(1) എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് സ്റ്റേജാണ്, ഇത് സ്റ്റേജാണ്. രണ്ടാമത്തെ 1 വെർട്ടെക്സിൻ്റെ നമ്പറാണ്, വെർട്ടെക്സ്. അപ്പം D(1), അതായത് ഈ ഡിസ്റ്റൻസ് ഓഫ് ഈ 1ൽ നിന്നും ഫസ്റ്റ് സ്റ്റേജിലെ 1ൽ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതായത് 1ൽ നിന്നും അടുത്ത ഈ ടേബിൾ നോക്കിയാൽ കാണാം 1ൽ നിന്നും 2ലേക്കാണ് പോകേണ്ടത്. അതായത് 1 1 2 ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജിലെ 1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടത്? സെക്കൻഡ് സ്റ്റേജിലെ സെക്കൻഡാണ് എടുക്കേണ്ടത്. അതായത് സെക്കൻഡ് സ്റ്റേജിലെ നമ്മൾ എന്തെടുക്കണം, സെക്കൻഡ് സ്റ്റേജിലെ സെക്കൻഡ് വെർട്ടെക്സ് അതെടുക്കുമ്പോൾ എന്താണ്, ഈ സെക്കൻഡ് സ്റ്റേജിൽ സെക്കൻഡ് വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിൽ നിന്നും മിനിമം ആയിട്ട് 2 പാത്തിനകത്ത് മിനിമം 4ലേക്കുള്ളതായിരുന്നു അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സെക്കൻഡ് സ്റ്റേജിലെ 4. അപ്പം 2 of 2 4 ആണ്. ഇപ്പോൾ ഈ മുകളിൽ വന്നേക്കുന്ന വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് റോയിൽ ഏത് വാല്യൂ ആണെന്ന് നോക്കിയാൽ മതി, 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് തേർഡ് സ്റ്റേജിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിലെടുത്തു, അത് ഈ സ്റ്റേജിലെ എടുക്കേണ്ടത്, ഈ സ്റ്റേജിലെ എടുക്കണ്ടേ. ഓൾറെഡി നമ്മൾ 4 എടുത്തല്ലേ, തേർഡ് സ്റ്റേജിലെ 4 എടുത്തു. തേർഡ് സ്റ്റേജിലെ 4 എടുത്തു. തേർഡ് സ്റ്റേജിലെ 4 എടുത്ത് എങ്ങോട്ടാണ് പോവുക? 6ലേക്കാണ് പോവുക അല്ലേ. ഇതെടുത്തു. ഓക്കെ, 4ൽ നിന്നും 6ലേക്ക് പോകുന്നു. തേർഡ് സ്റ്റേജിൽ 4 എടുത്താൽ 4 6ലേക്കാണ് കൊണ്ടുപോവുക. ഈ 6 എന്ന് പറയുമ്പോൾ എന്തായി? അൾട്ടിമേറ്റ് എൻഡായി അല്ലേ, അൾട്ടിമേറ്റ് എൻഡായി. അതായത് നമ്മൾ എടുക്കുന്ന പാത്ത് ഇങ്ങനെയായിരിക്കും, 1ൽ നിന്നും 2ലേക്ക് ഞാൻ ബ്ലൂ ആയിട്ട് വരയ്ക്കാം. ശേഷം ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് മൾട്ടി സ്റ്റേജ് ഗ്രാഫാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല, ഞാൻ തന്നെ സിമ്പിളായിട്ടുള്ളൊരെണ്ണം വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ കോൺസെപ്റ്റ് പഠിക്കുക നിങ്ങൾ. ഇനി നിങ്ങൾ ഏത് പ്രോബ്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു, ഇക്വേഷൻ മനസ്സിലായെന്ന് തോന്നുന്നു, പ്രൊസീജിയർ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.